ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SGOU BA അഫ്ളലുൽ ഉലമ രണ്ടാം സെമസ്റ്ററിലെ ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചറിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് വായിക്കുന്നത്. ബിഅത്തുൽ അദബിൽ ജാഹിലി, ജാഹിലിയ സാഹിത്യത്തിൻ്റെ പരിസരം അല്ലെങ്കിൽ പരിസ്ഥിതി. ജാഹിലിയ സാഹിത്യത്തിൻ്റെ പരിസ്ഥിതി. യുഹദ്ദിദുൽ മുഅർരിഖൂന, ചരിത്രകാരന്മാർ നിർവചിക്കുന്നു അൽ അസ്റൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിനെ. എന്താണ് ജാഹിലിയ കാലഘട്ടം? അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ബിഖർനിൻ വനിസ്ഫുൽ ഖർനി, 1.5 നൂറ്റാണ്ട്, തഖരീബൻ ഏകദേശം, ഖബ്ല ളുഹൂരിൽ ഇസ്ലാം, ഇസ്ലാം പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ, ഇസ്ലാം പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ പറഞ്ഞു വരുന്ന ഇസ്ലാമിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൻ്റെ ളുഹൂറിൻ്റെ മുമ്പ്, ഇസ്ലാം വരുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ മുമ്പ് ഒരു 150 വർഷം, 150 വർഷക്കാലം, അതാണ് ജാഹിലിയ യുഗം, ജാഹിലിയ കാലഘട്ടം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. വകുല്ലു മാ വസല ഇലൈന, നമ്മിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മിൻ അദബിൻ, സാഹിത്യത്തിനാൽ, അതുപോലെ ഔ ഇൻതാജിൻ ഫിക്രിയിൻ, ചിന്താപരമായ ഉൽപ്പന്നങ്ങൾ, അതായത് ചിന്താപരമായിട്ടുള്ള രചനകൾ, സാഹിത്യം, മിൻഹാദിഹിൽ ഫത്ര, ഈ കാലഘട്ടത്തിൽ നിന്ന്, അതായത് ഈ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന്, ഇസ്ലാമിൻ്റെ മുമ്പുള്ള ആ കാലഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ള സാഹിത്യം, അതുപോലെ ചിന്താപരമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും, യുഅറഫു, അതിനെ അറിയപ്പെടുന്നു, ബിൽ അദബിൽ ജാഹിലി, ജാഹിലി സാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ നെസറും നളുമും എല്ലാം, എല്ലാ തരത്തിലുള്ള സാഹിത്യത്തിനെയും ജാഹിലിയ സാഹിത്യം എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. വഹുവ, അത് തർജുമത്തുൽ ലിൽ ഹളാറത്തി ഫിൽ അസ്രിൽ ജാഹിലി, ആ ജാഹിലിയ സാഹിത്യം, ജാഹിലിയ കാലഘട്ടത്തിലെ സാഹിത്യം ഉണ്ടല്ലോ, അത് തർജുമത്തുൽ ലിൽ ഹളാറ, സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ്. ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ സാഹിത്യം. അതായത് ജാഹിലിയ കാലഘട്ടത്തിലെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നു ആ സാഹിത്യം, അതിലെ ഗദ്യപദ്യങ്ങളൊക്കെ. വഖദ് മസ്സല അഗ്ലബഹു, അതിൽ നിന്ന് അധികരിച്ചതും അധികവും പ്രതിദാനം ചെയ്തത് അല്ലെങ്കിൽ പ്രതിഫലിച്ചത് ഫിശ്ശഅരി, കവിതയിലാണ്. അധികവും പ്രതിഫലിച്ചത് കവിതയിലാണ്. വഖാനത്തിൽ ലുഗത്തു അൽ അറബിയ, അറബി ഭാഷ ആയിരുന്നു. ഫിൽ അഹദിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ അറബി ഭാഷ ആയിരുന്നു. ഗനിയത്തൻ ബിസ്സർവത്തിൽ കലാമിയ, ഗനിയത്തൻ സമ്പന്നമായിരുന്നു, ബിസ്സർവത്തിൽ കലാമിയ, കലാമിയ എന്ന് പറഞ്ഞാൽ സംസാരപരമായ അല്ലെങ്കിൽ ഭാഷാപരമായ എന്ന് പറയാം, ഭാഷാപരമായ സമ്പത്ത് കൊണ്ട് സമ്പന്നമായിരുന്നു. അടുത്ത പോയിന്റ്, ഇംതാസൽ അറബു, അറബികൾ വിശേഷപ്പെട്ടു നിന്നു അല്ലെങ്കിൽ വേറിട്ട് നിന്നു. ബൈന ഉമമിൽ ആലമി, ലോക സമുദായങ്ങൾക്കിടയിൽ, വശുഉബിഹി, അതിൻ്റെ ജനതക്കിടയിലും, ലോക ജനതക്കിടയിൽ, ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അറബികൾ വേർപെട്ടു നിന്നു, അതായത് വേറിട്ടു നിന്നു, സവിശേഷപ്പെട്ടു നിന്നു. ബി അഖ്ലാഖിൻ, സ്വഭാവ ഗുണങ്ങളെ കൊണ്ട്, വ മവാഹിബ, കഴിവുകളെ കൊണ്ട്, തഫറദു ബിഹ, തഫറദു, അവർ തനിച്ചു നിന്നു, ബിഹ, അതുകൊണ്ട്. അതായത് അവരിൽ മാത്രം ഉണ്ടായിട്ടുള്ള, അവർ മാത്രം ഒറ്റപ്പെട്ടു നിന്നാന്ന് പറഞ്ഞാൽ അവരിൽ മാത്രം നിലകൊണ്ട ചില അവരുടെ പ്രത്യേകതകളായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ, കഴിവുകൾ, ഇതൊക്കെ മറ്റാർക്കും അതുണ്ടായിരുന്നില്ല. കൽ ഫസാഹത്തി,
ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ സന്ദർഭത്തിനോട് അനുയോജ്യമായി ഭാഷയിൽ തെറ്റുകുറ്റങ്ങളില്ലാതെ സംസാരിക്കാം, ആ സിദ്ധി. വഖുവത്തിൽ ബയാൻ, ബയാനിൻ്റെ ശക്തി. വഹുബിൽ ഹുർരിയ, സ്വാതന്ത്ര്യത്തിനോടുള്ള ആ പ്രേമം. അതുപോലെ വൽ അനഫത്തി, ആത്മാഭിമാനം. വൽ ഫറൂസിയത്തി, കുതിരയോട്ടൽ, കുതിരസവാരി. വസ്സറഹത്തു ഫിൽ ഖൗലി, വാക്കിൽ വ്യക്തതയോടെ സംസാരിക്കൽ. സറാഹത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായി വ്യക്തതയോടെ സംസാരിക്കുക. ഫിൽ ഖൗലി, വാക്കുകളിൽ. വജൂദത്തുൽ ഹിഫ്ളി, ഹിഫ്ള് എന്ന് പറഞ്ഞാൽ മനപ്പാടമാക്കുക, ബൈഹാട്ട് ചെയ്യുക, അതിൻ്റെ നല്ല നിലവാരം. വജൂദത്തുൽ ഹിഫ്ളി, ഹിഫ്ളിനുള്ള നല്ല നിലവാരം, നല്ല കഴിവ്. വഖുവ്വത്തിദ് ദാക്കിറ, ഓർത്തുവെക്കാനുള്ള കഴിവ്, ഓർത്തുവെക്കാനുള്ള ശക്തി. ഖുവ്വത്തു ദാക്കിറ എന്ന് പറഞ്ഞാൽ ഓർമ്മ ശക്തിയുടെ, ഓർത്തുവെക്കാനുള്ള കഴിവുണ്ടല്ലോ, അതിനാണ് ഖുവ്വത്തു ദാക്കിറ എന്ന് പറയാം, ഓർത്തുവെക്കാനുള്ള കഴിവിൻ്റെ ശക്തി. വഖുവ്വത്തുൽ ഇറാദ, ഖുവ്വത്തുൽ ഇറാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ഛാശക്തി. വൽ വഫാ, വൽ വഫായി, കൽ ഫസാഹത്തീന്നും മുതൽ അത്തുഫാക്കി പോരുന്നില്ല, അത്തുഫ് പറഞ്ഞു വരുന്നത്. അപ്പോൾ വൽ ഫറൂസിയത്തി വസ്സറാഹത്തി ഫിൽ ഖൗലി വജൂദത്തിൽ ഹിഫ്ളി വഖുവ്വത്തിൽ ദാക്കിറത്തി വഖുവ്വത്തിൽ ഇറാദത്തി വൽ വഫായി, കരാർ പൂർത്തീകരണം. കരാറുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേഗം പൂർത്തീകരിക്കും, അവർ കൃത്യമായി തന്നെ പൂർത്തീകരിക്കും. വൽ അമാനത്തി, സത്യസന്ധത. വൈക്രാമുൽ ലൈഫ്, ലൈഫിനെ ബഹുമാനിക്കുക, അതായത് അതിഥികളെ ബഹുമാനിക്കുക. ഇങ്ങനെ തുടങ്ങി സവിശേഷമായിട്ടുള്ള സ്വഭാവങ്ങളെ കൊണ്ട് ജാഹിലിയ സമൂഹത്തിലെ അറബികൾ ലോക ജനതക്കിടയിൽ തന്നെ സവിശേഷപ്പെട്ടു നിന്നു. വകുല്ലുദാലിക, ഇതെല്ലാം യതജല്ല, പ്രകടമാകുന്നുണ്ട്. ഫി അദബിഹിം, അവരുടെ സാഹിത്യത്തിൽ. നൽമൻ വനസ്രൻ, നൽമൻ പദ്യത്തിനാലും വനസ്രൻ ഗദ്യത്തിനാലുമുള്ള അവരുടെ സാഹിത്യത്തിൽ ഇത് പ്രകടമാകുന്നുണ്ട്. ഖാസതൻ, പ്രത്യേകിച്ച് അശ്ശഅരില്ലദീ ഖീല അൻഹു ഇന്നഹു ദീവാനുൽ അറബ്, അശ്ശഅരി പ്രത്യേകിച്ച് കവിതയിൽ, അല്ലദീ ഖീല അൻഹു അതിനെക്കുറിച്ച് പറയപ്പെട്ടത് ദീവാനുൽ അറബ് എന്നാണ് പറയപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ഇവരുടെ ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകളൊക്കെ പ്രകടമാകുന്നത് ജാഹിലിയ സാഹിത്യത്തിലൊക്കെ പ്രകടമാകുന്നുണ്ട്. അതിൻ്റെ നെസ്റിലും നെല്ലുമിലൊക്കെ പ്രകടമാകുന്നുണ്ട്. പ്രത്യേകിച്ച് നെല്ലുമിലാണ്, ഷെഅറിലാണ്, അതായത് പദ്യത്തിലാണ് പ്രകടമാകുന്നത് എന്ന്. വക്കാനലിൽ അറബി ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്കുണ്ടായിരുന്നു അസ്വാഖുൻ, മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു, ചന്തകൾ. യുഖീമൂനഹ, അതിനെ അവർ നിലനിർത്തിപ്പോന്നിരുന്നു, അതിൽ സ്ഥാപിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ നടത്തിപ്പോന്നിരുന്നു എന്നൊക്കെ പറയാം. ഫി അഷ്ഹുരിസന, വർഷത്തിലെ ചില മാസങ്ങളിൽ. അത് പ്രത്യേകമായിട്ടുള്ള ചില ചന്തകളാണ്. എല്ലാ കാലത്തും ഉണ്ടാകുന്ന, കൊല്ലത്തിലെ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകുന്ന ചന്തകളല്ല. വക്കാനലിൽ അറബി, അറബികൾക്കുണ്ടായിരുന്നു. ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ അറബികൾക്കുണ്ടായിരുന്നു അസ്വാഖുൻ, ചില മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. യുഖീമൂനഹ, അതിനെ അവർ സ്ഥാപിക്കും, അല്ലെങ്കിൽ അതിനെ അവർ നിലനിർത്തിപ്പോരും, അല്ലെങ്കിൽ അതിനെ അവർ നടത്തും. ഫി അഷ്ഹുരിസന, വർഷത്തിലെ ചില മാസങ്ങളിൽ, ചില പ്രത്യേക മാസങ്ങളിലാണ് അവർ ആ അങ്ങാടികൾ, മാർക്കറ്റുകൾ സ്ഥാപിക്കുക. വഹും, അവർ യജ്തമിഊന, അവർ എന്നിട്ട് ഒരുമിച്ച് കൂടും. ഫിൽ അസ്വാഖി, ആ സൂക്കുകളിൽ, മാർക്കറ്റുകളിൽ അവർ ഒരുമിച്ച് കൂടും. വയുഅരിദൂന, അവർ അവതരിപ്പിക്കും. ഹഫലാത്തി ശ്ശഅരി വൽ അദബി, ഹഫലാത്ത് എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ, അല്ലെങ്കിൽ സമ്മേളനങ്ങൾ എന്നും ഒക്കെ അതിനർത്ഥം പറയാം. ആഘോഷങ്ങൾ, എന്തിൻ്റെ ആഘോഷം? ഹഫലാത്തു ശ്ശഅർ, കവിതയുടെ, വൽ അദബി സാഹിത്യത്തിൻ്റെയും ഒക്കെ ആഘോഷങ്ങളെ അവർ അതിൽ അവതരിപ്പിക്കും. വൽ ഖബാഇൽ, ഗോത്രങ്ങൾ. യതനാഫസൂൻ, അവർ പരസ്പരം മത്സരിക്കും. അലാ അർളി ഖുവ്വതിഹിം, അവരുടെ ശക്തിയെ വെളിപ്പെടുത്തുന്നതിൻ്റെ മേൽ. അൽ അദബിയ, സാഹിത്യപരമായിട്ടുള്ള, സാഹിത്യത്തിലുള്ള അവരുടെ ഖുവ്വത്തിനെ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ അവതരിപ്പിക്കുന്നതിൻ്റെ മേൽ അവർ മത്സരിക്കും. ഫിൽ ഹഫല, ആ ആഘോഷത്തിൽ.